കറൻലി ഇതാണ് 11 പ്ലേയേഴ്സാണ് T47 ഉള്ളത്. അവർ ഇവിടെ വണ്ടിയിൽ കയറി റെഡി ആയിട്ടിരിക്കുകയാണ്. സമയം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 വണ്ടികൾ. ഇവർ മറ്റേ അല്ല, ഇവിടുന്ന് നേരെ അറ്റാക്കിൻ്റെ ഇതിലോട്ട് പോവല്ല. എന്ത് പറ്റി ഹോൺ അടിക്കുന്നത്? സിഗ്നലാണോ പോകാറുള്ളത്? ഓ അല്ല, കയറാനുള്ള സിഗ്നലാണെന്ന്. ഓക്കെ, അവർ അങ്ങനെ T47 11 പ്ലേയേഴ്സ് ആയിട്ടാണ് ഈ മാച്ച് കളിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിറ്റ് ചെയ്ത് കളിക്കുവാണ്. വർക്കിച്ചൻ വാസ്കോ അൾട്രോണാണ് വണ്ടി ഓടിക്കുന്നത്. T47 വണ്ടികളെ അവർ പിറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഏടി പിറ്റിങ്ങോണ് പിറ്റിങ് ഇടിച്ചത് കാട്ടിക്കയറ്റിത്. ഓക്കെ, KVയുടെ ഒരു വണ്ടി അവർക്ക് ഇപ്പം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, KVയുടെ ഒരു വണ്ടി അവർക്ക് ഇല്ല. ഓ നമ്മുടെ ഇടിച്ച KVയുടെ വണ്ടി അവർ അകത്തോട്ട് കേട്ടിട്ടുണ്ട്. ആണല്ലേ, നമ്മുടെ കോമന്റ് ബ്രേക്കിൽ ഇച്ചിരി അധികം ഓവർ പവർ അല്ലേ? എല്ലാ മാച്ചിലും നമ്മൾ കാണുന്നത് KVയുടെ വക ഒരു ഓവർ പവർ കാര്യം നമ്മൾ കാണുന്നത് വണ്ടിയിൽ. പക്ഷെ ഇന്നത്തെ വണ്ടി ഗെയിമിൽ T47 KVയെ ഓവർ പവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റിംഗ് ഗെയിമിൽ ഞങ്ങളാണ് കിങ് എന്ന് പറഞ്ഞ KV എടുക്കുകയെ നമ്മളും ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് T47 പിറ്റിംഗ് വർക്കിച്ചറൊക്കെ നമ്മൾ ടർഫ് തുടങ്ങി കുറച്ച് നേരം നമുക്ക് റോക്കറ്റ് ലീഗ് കാണാം. ഓ അവിടെ ഇവിടെ എല്ലാം ഇടി വണ്ടി പിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ പോയി. പക്ഷേ ഇവിടെ കുറച്ച് പേരുടെ വണ്ടികൾ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് കളിക്കാൻ തോന്നുന്നു, വിടുന്നില്ല. അവരുടെ ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലെയർ ബീപ്സ് ഓണാക്കിയിട്ട് വന്നില്ല. ഗൂഗിൾ ബ്ലിപ്സ് ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, T47 2 വണ്ടികൾ ഇതുവഴി അവരുടെ വണ്ടികളെല്ലാം ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഒരു ഏരിയയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് സോൾ ഫോക്കസ് അവരുടെ. വർക്കിച്ചൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പോട്ട് എങ്ങും വിട്ടുകൊടുക്കുന്നില്ല. ഓ വൾട്രോയുടെ വക ഒരു മാസ് വരിക ഇടി. പക്ഷെ പോസ്റ്റാണ് തെറിച്ചു പോയെന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഫുൾ അഗെയിൻ വാസ്കോ ഓൾസോ ജോയിൻസ് ദ ഗെയിം. നമ്മൾ നോക്കാൻ T47 4 വണ്ടികൾ മാത്രമേ നമുക്കോട്ട് വിസിബിൾ ആകുന്നുള്ളൂ. അവർ ഒരു വണ്ടി ഇവിടെ മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ യെസ്, അവിടെ നല്ലൊരു പിറ്റിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു പിറ്റിംഗ് ഗെയിം എഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. 35 മിനിറ്റാണ് ബാക്കിയുള്ളത്. T47 വണ്ടികളുടെ ടയറൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇത് പിറ്റായ ടയറൊക്കെ പൊട്ടും അല്ല, മേ ബി ഫയറിങ്ങിൽ അവർക്ക് നഷ്ടപ്പെട്ടതായിരിക്കും. അവർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ അൾട്രോൺ, വർക്കിച്ചൻ, വാസ്കോ. അപ്പോൾ KVയുടെ മൂന്നാമത്തെ വണ്ടിയിൽ ആരാ അപ്പം? ഓ ഹിറ്റ്മാൻ ഒരു വണ്ടിയിലോട്ട് കയറിയെന്ന് തോന്നുന്നു. ഓ ഓക്കെ, നല്ലൊരു സ്പ്രേ. ഓക്കെ, അൾട്രോടെ മാറ്റി ഹിറ്റ്മാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. T47 ഈ ഒരു ആംഗിളിലോട്ട് അവർ വണ്ടിയൊക്കെ റെഡിയാക്കി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. T47 ഈ വണ്ടിയുടെ ദാമുവിൻ്റെ വണ്ടിയുടെ 2 ടയർ അവർക്ക് നഷ്ടപ്പെട്ടു. 2 ടയറാണ് അവർക്ക് ഇല്ലാത്തത്. ഈ വണ്ടിയുടെയും 2 ടയർ അവർക്ക് 3 ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ റഷ്യനോവൻ്റെ ഈ വണ്ടിയുടെ നോക്കുകയാണെങ്കിൽ അവരുടെ 1 ടയർ മാത്രമേ നഷ്ടപ്പെട്ടിരിക്കൂ. അങ്ങനെ 3 വണ്ടികൾക്ക് കറണ്ട് ടയറില്ല. ഓക്കെ, അവരൊരു ആംഗിളിലോട്ട് പുഷ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അവർ സോണിൻ്റെ എഡ്ജിലോട്ട് എത്തി. അവർ ആ ഒരു ഏരിയയിലോട്ട് കയറുകയാണ്. സോണിൻ്റെ എഡ്ജിലുള്ള ആ ഒരു ഏരിയയിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. ഓക്കെ, അസൻസിയോ യഹിക്കോ പെയിൻ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ പ്ലേസ് ഒക്കെ ASW കയറിയിട്ടുണ്ട്. ASW നല്ലൊരു സ്പ്രേ. ഓ അസൻസിയോ അവിടെ പുഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. അസൻസിയോ മേലോട്ട് കയറിയിട്ടുണ്ട്. അസൻസിയോക്ക് നല്ലൊരു ടാക്ക്. അതേപോലെ യഹിക്കോ പെയിൻ എന്തോന്നൊരു വെടികൊണ്ട് തെറിച്ച് പോയതാണ് അവൻ. നല്ലൊരു സ്പ്രേ. ഈ ഒരു ആംഗിളിലോട്ട് അവർ പുഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. അവർ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. T47 ആഷ് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. അസൻസിയോ അവിടുന്ന് കയറാൻ ശ്രമിച്ചു, ടാഗ് കിട്ടി. അസൻസിയോ വീണ്ടും മേലോട്ട് കയറി നല്ലൊരു സ്പ്രേ. അസൻസിയോയുടെ വക തിരിച്ച് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡ്രാഗന്റെ വക അസൻസിയോക്ക് നല്ലൊരു ടാഗ്. അസൻസിയോ ലിറ്ററലി ലോ. പക്ഷേ
ആ ഒരു പിക്ക് എടുക്കാൻ KVAക്ക് സാധിച്ചില്ല. പക്ഷെ നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം T47. നമ്മൾ ഇതുവരെ ഒരു ഡേവിസ് സർഫിലും ഇങ്ങനെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് നല്ലൊരു അഗ്രഷൻ ആയിരുന്നു അത്. നല്ലൊരു സ്പ്രേ. 2 പ്ലേയേഴ്സ് ഒരുമിച്ചാണ് ഇതവിടെ കയറിയിരിക്കുന്നത്. ടാഗ് വന്നിട്ടുണ്ട്. എഹിക്കോപ്പൈന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. എഹിക്കോപ്പൈൻ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതൊരു ടാഗ് ഗെയിമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്കിച്ചൻ ഈ ഒരു ആംഗിളിൽ എത്തിയിട്ടുണ്ട്. വർക്കിച്ചൻ ഈ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എഹിക്കോപ്പൈൻ വീണ്ടും കയറി. എഹിക്കോപ്പൈനെ ഈ ഒരു ബിൽഡിങ്ങിലുള്ള ആള് തലപതി നോട്ടീസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. തലപതി ഇവിടുന്ന് ആംഗിൾ ഇല്ലെന്ന് തോന്നുന്നു. തല മാത്രം കാണാം. ഓക്കെ, നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട് തലപതി. സോൺ ഷിഫ്റ്റ്. ഓ മൈ ഗോഡ്, വലിയൊരു ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷിഫ്റ്റ് ഭയങ്കര ഒരു വല്ലാത്തൊരു ഷിഫ്റ്റ് ആയി പോയത് കേട്ടോ. എനിക്കറിയത്തില്ല. സോൺ ഷിഫ്റ്റ് വല്ലാത്തൊരു ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. കറൻലി T47 ഈ ഒരു ആംഗിളിൽ നിന്ന് അവര് ഇവരൊരു പിക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിക്ക് കൊടുക്കാതിരിക്കാനാണ് KVA ശ്രമിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഡ്രാഗൺ നല്ലൊരു സ്പ്രേ. ആഷ് ഡബ്ല്യുവിന്റെ വകയും നല്ലൊരു സ്പ്രേ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലപതി ആ ഒരു ആംഗിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. KVA അവിടുന്ന് ആ ഒരു ആംഗിളിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്. അസൻസിയോ ഇവരെല്ലാവരും ഈ ഒരു ആംഗിളോട്ട് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. സോൺ ഷിഫ്റ്റ് ആയിട്ടില്ല. നല്ലൊരു ഡിസഡ്വാൻറ്റേജിലേക്കാണ് KVA പോകുന്നത്. കാരണം ഓൾറെഡി T47 ഇപ്പോഴും സോൺ ഇവിടെ ഉണ്ട്. ആ സോണിന്റെ എഡ്ജിലോട്ട് T47 വന്നിരിക്കുകയാണ്. നല്ലൊരു സ്പ്രേ. ക്രിസ്റ്റി ജൂനിയറിന്റെ വക നല്ലൊരു സ്പ്രേ. ക്രിസ്റ്റി ജൂനിയർ അവിടെ ഡൗൺ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം 3 പ്ലേയേഴ്സാണ് ക്രിസ്റ്റി ജൂനിയറിനെ സ്പ്രേ ചെയ്തത്. പക്ഷേ എങ്ങനെയൊക്കെയോ അടി കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ക്രിസ്റ്റി ജൂനിയർ. T47 ഈ ഒരു ബിൽഡിംഗ് പെട്ടെന്ന് തന്നെ അവർക്കൊരു പിക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ T47 കിട്ടുന്നതാണ്. ബട്ട് അവർക്കത് എങ്ങനെയാണ് അവരെങ്ങനെ അത് ക്യാപിറ്റലൈസ് ചെയ്ത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. T47 വക നല്ലൊരു അഗ്രസീവ് പുഷാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KVAയുടെ വക നല്ലൊരു അഗ്രസീവ് ഡിഫെൻഡിങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിഫെൻഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ തന്നെ നല്ലൊരു അഗ്രസീവ് പുഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ KVA ഇപ്പോൾ കറണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നിരിക്കുന്ന സോൺ മെഗാമാൾ ഈ ഒരു ഏരിയയിലോട്ടാണ് സോൺ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ T47 ക്യാപിറ്റലൈസ് ചെയ്യും, എങ്ങനെയാണ് അവരിത് പുഷ് ചെയ്യാൻ വന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കറന്റ്ലി KVAയുടെ 11 പ്ലേയേഴ്സ് സോണിനും അതേപോലെ തന്നെ KVAയുടെ ആൾ കത്തിപ്പോയോ? 11 പേരേ ഉള്ളൂ. T47 12 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ KVAയുടെ നോക്കുകയാണെങ്കിലും ഒരാൾ കത്തിപ്പോയി. പുള്ളി തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ KVAയുടെ. സോൺ ഷിഫ്റ്റ് ഇവർ 9 സെക്കൻഡിൽ വരും. ദയവ് ചെയ്ത് നോക്കി ഫയർ ചെയ്യുക. 6 സെക്കൻഡിൽ ഇത് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. 3, 2, 1 സോൺ ഷിഫ്റ്റ് ആവും. ആയില്ല. എന്താ ഷിഫ്റ്റ് ആവാത്തെ? എന്താ ഷിഫ്റ്റ് ആവാത്തെ? ഡൈനു നിറട്ടോടാ. ഷിഫ്റ്റായി. സോൺ ഷിഫ്റ്റായി. ഇവിടുന്ന് ഫയറിങ് ഞാൻ കേട്ടു. ഞാൻ എപ്പോഴും പറയാറുണ്ട് നോക്കി ഫയർ ചെയ്യുക, സോൺ നോക്കി ഫയർ ചെയ്യുക എന്ന്. സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലോട്ടാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഡ്രാക്കൻ തിരിച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. ഡ്രാക്കൻ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ അവിടെ സോൺ ഔട്ടിലാണ് ഡ്രാക്കൻ ഹോൾഡ് ചെയ്യുന്നത്. ഡ്രാക്കന് സോൺ കാണത്തില്ലെന്ന് തോന്നുടാ. ഫിക്സ് സോൺ അടിച്ച് റെഡിയാക്കിയോ? അപ്പോൾ കറന്റ്ലി ഈ ഒരു സോൺ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ടൈറ്റ് സോണാണ്. ഈ തവണ മറ്റേ ഏരിയയിലോട്ടൊന്നും സോൺ പോയിട്ടില്ല. മെഗാമാളിൻ്റെ ഏരിയയിൽ കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഇവിടുന്ന് T47 എങ്ങനെ ഇവരെ പുഷ് ചെയ്ത് ഈ പിക്ക് ഓഫ് എടുക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. KVAക്ക് ഒരു വണ്ടി അവർ ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. സോ ആ ഒരു വണ്ടി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് KVA അറിയാൻ നല്ല ചാൻസ് ഉണ്ട്. T47 വണ്ടി വാസ്കോയുടെ വണ്ടി അവിടെ ഫിറ്റ് ചെയ്ത് കളിക്കുകയാണ്. 4 ടയർ വീല വാസ്കോയുടെ വണ്ടിക്ക്. നല്ലൊരു സ്പ്രേ ഫ്രം അൾട്രോൺ. ബട്ട് ഇവിടെ ഒരു പ്ലെയറിന്റെ വണ്ടി സോൺ വാസ്കോ ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. വാസ്കോ അവിടെ വാസ്കോ അവിടെ ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് അവിടുന്ന് വാസ്കോ തലനാരരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. തലനാരരയ്ക്ക് വാസ്കോ രക്ഷപ്പെട്ടിരിക്കുകയാണ്.
നല്ലൊരു സ്പ്രേ അഗെയിൻ. T47 ഈ ഏരിയ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാസ്കോ ടയർ ഇല്ലാത്തൊരു വണ്ടിയായിട്ടാണ് വന്നിരുന്നതെന്ന് തോന്നുന്നു. വാസ്കോ അവിടെ തലനാലടിക്ക് അവിടെ വാസ്കോ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ആംഗിൾസ് ഹോൾഡ് ചെയ്യണം. T47 ഒരു എൻട്രി അവർ എങ്ങും കൊടുക്കുന്നില്ല. T47 എവിടെയാണ് കയറാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. VDM FRP അല്ലേ? സി അത് ആ ഒരു സിനാരിയോയിൽ അത് ഇന്റർനാഷണൽ VDM ആണെന്ന് തോന്നുന്നില്ല. മേ ബി അതേപോലെ തന്നെ POV വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് POV വെരിഫൈ ചെയ്തതല്ലേ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും. യെസ്, നമുക്ക് നോക്കാം എന്തായാലും. വരട്ടെ, മാച്ച് കാണും ഗൈസ്. ഇപ്പോൾ നിങ്ങൾ മാച്ച് എൻജോയ് ചെയ്യൂ. ബാക്കി പുറകിനുള്ള കാര്യമല്ലേ അല്ലേ? ചില POV ബഗ് ഉണ്ടല്ലോ, അതാ ചോദിച്ചത്. യെസ്, ചില POV ബഗ് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി സൈഡിൽ കൂടെ പോയാലും ചിലപ്പോൾ പ്ലെയർ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ POV എല്ലാം നമുക്ക് ഈ ഒരു ആംഗിളോട്ട് വണ്ടി പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അസൻസിയോ സോൺ ഔട്ടിലാണ്. ഓക്കെ, അവിടെ ഈ ഒരു ബിൽഡിംഗ്, അൾട്രോണിന്റെ ബിൽഡിംഗ് ആണ് T47 പുഷ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു പുഷാണ് ഇപ്പോൾ T47 വരാൻ പോകുന്നത്. അവർ നേരെ കയറിയുള്ള ഒരു പുഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് തോന്നുന്നു. അൾട്രോൺ അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സോണിന്റെ ഈ ഒരു ആംഗിളോട്ടാണ് T47 പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എത്തി. ഓക്കെ, T47 എല്ലാവരും ഈ ഒരു ആംഗിളോട്ടാണ് പുഷ് ചെയ്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ഈ പ്ലെയറിനൊക്കെ നല്ല ഹിക്കോപ്പയിലൊക്കെ നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. എല്ലാ ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ വരുന്നുണ്ട് T47. അൾട്രോണിന്റെ പക്കം നല്ലൊരു സ്പ്രേ. ഓക്കെ, T47 2 വണ്ടി മാത്രമാണ് വേറൊരു ആംഗിൾ ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഈ ഒരു ആംഗിളാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അറൗണ്ട് 5-8 പ്ലെയേഴ്സോളം ഈ ഒരു ആംഗിളുണ്ട്. അപ്പോൾ എല്ലാവരും കറന്റ് അവർ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ആംഗിളിൽ. ആഷ് ആ വണ്ടിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T47 പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിൽ നിന്ന് അൾട്രോണെ പിക്ക് ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്പ്രേ ഫ്രം ഖാലിദ്. അൾട്രോൺ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അസൻസിയോ ഒരു റൊട്ടേഷൻ എടുക്കുന്നുണ്ട്. യഹിക്കോപ്പെയിൻ ASW ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കറന്റ് അൾട്രോണെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹിക്കോപ്പെയിനും അസൻസിയോയും സോൺ ഔട്ട്. ദാബു പെപ്പി ഇപ്പുറത്തോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ദാബു പെപ്പിക്ക് നല്ലൊരു ടാഗ്. ദാബു പെപ്പി അവിടുന്ന് സോൺ ഇന്നിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസൻസിയോ ആൻഡ് ഹിക്കോപ്പെയിൻ ഈ ഒരു ആംഗിളിൽ ഇത് പുഷ് ചെയ്ത് വരാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ്സിൽ ഇടയ്ക്ക് കൂടെ അവർ സോണിലോട്ട് കയറാനുള്ളവർ. ഓക്കെ, ഈ ഒരു ബിൽഡിംഗിന്റെ മേളിലോട്ട് കയറിയിട്ടുണ്ട് അസൻസിയോ. ആരും സ്പോട്ട് ചെയ്തില്ലേ? സ്പോട്ട് ചെയ്തു. KVA സ്പോട്ട് ചെയ്തു. നല്ലൊരു സ്പ്രേ ഫ്രം KVA. നല്ലൊരു ടാഗ്. ഹിക്കോപ്പെയിനും അസൻസിയോയ്ക്കും നല്ല ടാഗ് കിട്ടി. അവർ ആ ഒരു ആംഗിളോട്ട് മാറിയിട്ടുണ്ട്. കറന്റ് T47 3 പേർ അടങ്ങുന്ന ഒരു വണ്ടിയും കൂടെ ഈ ഒരു ഏരിയയിലോട്ട് വന്നിറങ്ങിയിരിക്കുകയാണ്. അസൻസിയോ ഹിക്കോപ്പൈനെ അവർ പിൻ ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. KVA അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ടെക്സർ, ഡാമു, ഒസാക്ക ആൻഡ് റഷ്യനോവൻ. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ. KVAയുടെ ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ടയറില്ലാത്തൊരു വണ്ടിയാണ്. തലപതി ആൻഡ് ഹിറ്റ്മാൻ ആണ് വന്നിരിക്കുന്നത്. ബട്ട് നോക്കി കളിച്ചില്ലെങ്കിൽ വീണ്ടും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ അവരവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് പിക്ക് ഓഫ് ആവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അശ്വിൻ ജോഡക്സ് അശ്വിൻ അകത്തോട്ട് ഓടി ആ ഒരു ബിൽഡിങ്ങിന്റെ ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. അശ്വിനെ അൾട്രോൺ കാണുന്നില്ലേ? അശ്വിനെ അൾട്രോൺ സ്പോട്ട് ചെയ്യുന്നില്ലേ ഇവിടുന്ന്? അശ്വിനെ അവര് സ്പോട്ട് ചെയ്ത് തോന്നുന്നു. പക്ഷെ നല്ലൊരു ആംഗിൾ അൾട്രോൺ ഈ ഒരു ആംഗിളിൽ തൊട്ട് അത് സ്പോട്ട് ചെയ്തു. ഞാനത് ആലോചിച്ചത്. അവിടെ പോയി സാധാരണ കാണുന്നതാണല്ലോ. ആ ഒരു ആംഗിള് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒസാക്ക അഗൈൻ നല്ലൊരു സ്പ്രേ. ഹിക്കോപ്പെയിൻ T47 സൈഡിൽ നിന്ന് ഒരു അഗ്രസീവ് പുഷ് അവർ എവിടെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് കളി തീരുമാനിക്കും. ഇങ്ങോട്ടൊരു സോൺ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ T47 നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടും. അങ്ങോട്ടാണ് സോൺ ഷിഫ്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ KVAയ്ക്കാണ് അഡ്വാൻറ്റേജ് തിരിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത പ്ലേയേഴ്സ് എല്ലാം തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. അൾട്രോണിന്റെ വക ഈ അൾട്രോൺ അവിടാണ് സ്പ്രേ ചെയ്തത്. ഈ ഒരു ആംഗിൾ അൾട്രോൺ ഇല്ല, വ്യൂ ഇല്ല. അതാണ് സത്യം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഇപ്പോൾ നമുക്കറിയാം എങ്ങോട്ടാണെന്ന്. ഒരു 19 സെക്കൻഡിനുള്ളിൽ നമുക്കറിയാം എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് വരാൻ പോകുന്നത് എന്ന്. നോക്കട്ടെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് അവിടെയാണ് കളിയിരിക്കുന്നത്. ഓക്കെ, സോൺ ഷിഫ്റ്റ് വേറൊരു ആംഗിളിലോട്ടാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. കറന്റ് ഈ ഒരു എഡ്ജിലൊക്കെ സോൺ ഉണ്ടെന്ന് തോന്നല്ലേ? ഈ ഒരു എഡ്ജിൽ സോൺ ഉണ്ട്. എടുത്തോ? എവിടെ? ഫ്രണ്ട് ഏരിയയിൽ ഡേവിസിന്റെ. ഓ, അൾട്രോൺ നല്ലൊരു ആംഗിൾ ഫ്രം T47, നല്ലൊരു സ്പ്രേ. അൾട്രോൺ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ട്. നല്ലൊരു പ്ലേ. എന്റെ മോനെ, നൈസ് ഒരു ആംഗിളാണ് അവരെടുത്തത്. പക്ഷേ അൾട്രോണെ പിക്ക് ഓഫ് ചെയ്യാൻ T47 സാധിച്ചില്ല. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഒരു ഹാർഡ് റഷ് ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം നല്ല അൾട്രോണെ അവർ പിൻ ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. T47 2 പ്ലേയേഴ്സ് നല്ല രീതിയിൽ സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരാൾ ബാക്കിൽ കൂടെ കയറി ഇല്ല. അൾട്രോൺ അവിടെ അടികൊണ്ട് പഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും ഓടടാ ഓട്ടം. എങ്ങനെ അവര് അവിടുന്ന് എങ്ങനെ ഈ ആംഗിളിൽ നിന്നും അൾട്രോൺ രക്ഷപ്പെടും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അൾട്രോണിനെ നല്ലൊരു സ്പ്രേ അൾട്രോൺ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൾട്രോണിന്റെ ഹീലൊക്കെ തീരാറായെന്ന് തോന്നുന്നു. ഓ, ഇവര് നല്ല ആംഗിൾ ഉണ്ടല്ലേ. റാൻഡം സ്പ്രേ ആണോടാ? ബുഷിന്ന് കാണാം, ചെറിയൊരു ആംഗിൾ കാണാല്ലേ നോക്കട്ടെ. ഓ, കാണാം, ആള് ഓടുന്ന കാണാം. ഓ, അൾട്രോൺ അവിടെ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അൾട്രോൺ ഇത് സാധിക്കുമെന്ന് നമുക്കറിയില്ല. സോൺ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാലും T47 ഏരിയയിൽ സോൺ ഉണ്ട്. അൾട്രോണ് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആവാനുള്ളൊരു ചാൻസും വളരെ അധികമാണ്. T47 ആ ഒരു ഏരിയയിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അവർ ആ പിക്ക് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ പിക്ക് എങ്ങനെയും എടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പ്ലേ ഫ്രം T47. ഇത് എങ്ങനെ KVയെ കൗണ്ടർ ചെയ്യുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അൾട്രോൺ വീണ്ടും ഹീലടിച്ചിരിക്കുകയാണ്. പുറത്തോട്ടിറങ്ങാണ്ടല്ലേ? എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് എങ്ങാണ് ഇവർ ഇത്ര സർവൈവ് ആയേ? അവന്റെ ഹീലുകളെല്ലാം ഇതിൽ നിന്ന് അവനൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഇനി എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി മൊത്തം 500 ഹീലൊക്കെ ആയിട്ടായിരിക്കും ഇവർ ഇൻവെന്ററി ഫുള്ളാക്കിയിട്ടായിരിക്കും ഇനി അടുത്ത കളിക്കാൻ വരുന്നത്. വൈ T47 ഇൻ സോൺ ഓൾവേസ് T47? എടാ, അത് സോൺ എന്ന് പറയുന്നത് റാൻഡം ആണ്. അതൊരു ലക്ക് ഫാക്ടർ ആണ് ഏറെക്കുറെ. ഓക്കെ, അൾട്രോൺ ഇവിടെ താഴെ വീണു. അൾട്രോൺ ലിറ്ററലി ലോ. ഓ മൈ ഗോഡ്, അവിടെ തലനാരിരയ്ക്ക് അൾട്രോൺ രക്ഷപ്പെട്ടിരിക്കുകയാണ്. തലനാരിരയ്ക്ക് അൾട്രോൺ അവിടെ രക്ഷപ്പെട്ടു. തലനാരിരയ്ക്ക്. നമ്മൾ ഇതുവരെ ഇങ്ങനൊരു സോൺ നമ്മൾ ഡേവിസിൽ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഓപ്പൺ സോൺ എന്ന് പറയാം. പക്ഷേ എങ്കിൽ രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതിന്റെ മേള് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതിന്റെ മേള് ഓപ്പൺ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ T47 നല്ല അഡ്വാൻറ്റേജ് വന്നേനെ. നമ്മൾ അത്രയും ഹൈറ്റ് നമ്മൾ അഡ്വാൻറ്റേജ് ആർക്കും കൊടുക്കാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുഡ് കഴിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വം അല്ലേടാ. POV വെരിഫൈ നറുട്ടോ TVA ഫെക്സർ ഡൗൺ ആയിരിക്കുകയാണ്. നറുട്ടോ ഉണ്ടോ? പോയോ? TV അല്ല, സോറി, T47 ഫെക്സർ. ക്ഷമിക്കണം, അറിയാതെ നാവ് വിളിക്കിയതാണ്. ആർക്കൊന്നും തോന്നരുത്. നാവ് വിളിക്കിയതാണ്. സത്യമായിട്ടോ? എടാ, സത്യമായിട്ട് നാവ് വിളിക്കിയതാ. അതെ, ഇന്ന് നിങ്ങൾ വേറെ അടിച്ചു പരത്തി വിടല്ലേ. ആ പാവം ചെറുക്കന് വെറുതെ അത് തലവേദനയാവും. TVA ഫെക്സർ, T47 ഫെക്സർ ഫുഡില്ലാതെയാണെന്ന് തോന്നുന്നു ഡൗൺ ആയത്. നമുക്കറിയില്ല, അത് POV വെരിഫൈ ചെയ്തോളും. ഇൻ ഗെയിമിൽ പറയാനും പറ്റുന്നില്ലല്ലോ. ഓക്കെ, 18 മിനിറ്റ് ബാക്കി. എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും T47 ചെയ്യാൻ പോകുന്നത്? T47 സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രസീവ് അറ്റാക്കിങ്ങും അതുപോലെ KVയുടെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രസീവ് ഡിഫെൻഡിങ്ങും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു ഇത്. നമുക്ക് ബാക്കി കണ്ടറിയേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് അടുത്ത മാച്ച്. ഈ മാച്ച് എങ്ങനെയായിരിക്കും പോകാൻ പോകുന്നത്? T47 ഈ ഒരു ആംഗിളിൽ നിന്ന് കയറാൻ ശ്രമിച്ചു. വാസ്കോ അവിടെ നല്ലൊരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്.
അടുത്തൊരു സോണിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണോ അതോ വീണ്ടും ഒരു അഗ്രസീവ് പുഷ്? സത്യം പറഞ്ഞാൽ ഇവിടെ എങ്ങനെ അൾട്രോൺ സർവൈവ് ചെയ്തത് എനിക്ക് അറിയത്തില്ല. നമുക്ക് ലിമിറ്റ് കൊണ്ടുവരേണ്ടി വരും കേട്ടോ. കേട്ടോ ഒരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് മിക്കവാറും കിൽഫീഡ് ഓണാക്കുക. കിൽഫീഡ് ഓണാണ് മുന്നേ T/kill his. കിൽഫീഡ് ഓണാക്കി ഓണല്ലേ? എൻ്റെ ഓണല്ല. ഹീക്കോപെയിൻ ലെഗസിനെ പിക്ക് ഓഫ് ചെയ്തോ? ഓ ഇത് നേരത്തെയാ. ഇത് നേരത്തെ 29 മിനിറ്റ് ആകും. 29 മിനിറ്റ് മുന്നേ നമ്മൾ ടർഫ് തുടങ്ങിയിട്ടില്ല. നെവർ മൈൻഡ്. ഇല്ലുകളൊന്നും കറന്റ് വന്നിട്ടില്ല ബ്രോ, അതുകൊണ്ടാണ് വരാത്തത്. വീട് ചത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുഡില്ലാതെ ചത്തുകൊണ്ടായിരിക്കും. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി. CVA സിറ്റുവേഷൻ ആയോ എനിവൻ? ഓക്കെ T47 ഇവിടുന്ന്. ഓ അസൻസിയോ ഈ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ കൊടുത്തോട്ട് പിക്ക് എടുക്കാൻ നോക്കി, പക്ഷേ സാധിച്ചില്ലെന്ന് തോന്നുന്നു. അസൻസിയോ ആൻഡ് ഹീക്കോപെയിൻ ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട് രണ്ടുപേരും. അസൻസിയോ അവിടെ റീഫ്രഷ് സ്കിൻ അടിച്ചിട്ടുണ്ട്, അതേപോലെ ഹീലും ചെയ്യുന്നുണ്ട്. നല്ലൊരു സെൻസിബിൾ പ്ലേ ഫ്രം T47 ആൻഡ് KVA ബോത്ത്. ഒരാൾ മാത്രമല്ല കേട്ടോ, രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ള നല്ല പ്ലേ. എന്റെ സൗണ്ട് കേൾക്കോ? കേൾക്കും. ഒന്ന് നോക്കിയോ? പറ. അതങ്ങനെ അടിക്കുന്നത് അതിൽ ഏതായാലും പറഞ്ഞ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ആളെന്തൊക്കെ അടിക്കട്ടെ. അല്ല ഞാനെന്ത് പറയാനാ, അത് എനിക്കറിയത്തില്ല. ഞാനെന്ത് പറയാനാ, അവർക്ക് ആളുണ്ടെങ്കിൽ അവരടിക്കട്ടെ. ഇതുവരെ അങ്ങനെ കൺസ്യൂമന്റും മാറും ആരും ഒരുമിച്ചടിച്ചിട്ടില്ല. സാധാരണ ഒരു സാധാരണ കൊണ്ട് സാധിക്കാറില്ല. അവരെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നടക്കട്ടെ, നമുക്കെന്താ, മാനേജ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ വീണ്ടും അടുത്തൊരു സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു T47. ഈ ഒരു അടുത്തൊരു സോണ് T47 അടുക്കയിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ KVA ഫുള്ളി ഒരു ഡിസഡ്വാൻറ്റേജിലോട്ട് പോകും. കാരണം ആ ഏരിയ മൊത്തത്തിൽ KVAക്ക് നഷ്ടപ്പെടും. T47 അകത്തോട്ട് കയറി ചെന്നാലേ പറ്റുള്ളൂ, അണ്ണാക്കിലോട്ട് കയറി ചെന്നാലേ KVAക്ക് പറ്റത്തുള്ളൂ. അതേപോലെ തിരിച്ചും സോണ് ഇപ്പുറത്തോട്ടാണ് ഷിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ T47 ഡിസഡ്വാൻറ്റേജ് പോകും. കാരണം T47 KVAയുടെ അണ്ണാക്കിലോട്ട് കയറി ചെന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അടുത്തൊരു സോൺ എങ്ങോട്ടായിരിക്കും വരിക? ഇടത്തോട്ടോ വലത്തോട്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓ വലിയൊരു സ്പ്രേ ആഷിന്, പക്ഷെ വലിയ ടാഗ് കൊടുക്കാൻ കുറച്ച് ആർമറേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നറുട്ട് അവിടെ പോയി. ലെഫ്റ്റ് മേ ബി, ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ്. ഓ ലെഫ്റ്റ്, അതായത് ഇങ്ങോട്ട് T47 സൈഡിലോട്ടോ. ഓക്കെ എല്ലാവരും T47 സൈഡിലോട്ട് സോണ് പോകുന്നതാണ് പറയുന്നത്. അണ്ണാക്കിലായിരിക്കും ലെഫ്റ്റ്. TV അടിച്ചിട്ടുണ്ട് കൺസ്യൂമർ പ്ലസ് CMR. യെസ് ഓർക്കുന്നു, ഐ റിമെമ്പർ. ഓക്കെ എന്ത്, എങ്ങോട്ട്, എങ്ങനെ, എപ്പോ? ഇനി ഒരു 1.5 മിനിറ്റിനുള്ളിൽ നമുക്കറിയാം ലാസ്റ്റ് സോൺ എങ്ങോട്ടായിരിക്കുമെന്ന്. അലക്സ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ആ സോൺ ഇതിന്റെ മണ്ടയ്ക്കോട്ട് വന്നാൽ എന്ത് ചെയ്യും? മേളില് കേറാൻ പറ്റൂല. പിന്നെ മണ്ടയ്ക്ക് ഒന്ന് ആലോചിക്കും. ഇവിടെ ഇത് ബാനായി സ്ഥലം. അവിടെ കയറാൻ പറ്റൂല. എങ്ങനെ കളിക്കും ഇത്? ജെൻജി ഇവേക്സ് ആണ്. കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇരിക്കാം. ഇതാകുമ്പോൾ എല്ലാം കാണുന്നില്ലേ? ഇതാണ് കറണ്ട് സിനാരിയോ. ഓക്കെ എത്ര പേര് ഡൗൺ ആയി? രണ്ട് സൈഡും ഡൗൺ ഒന്നുമില്ല. T47 സൈഡിൽ നിന്ന് ഒരു പ്ലെയർ ഫുഡ് ഇല്ലാതെ ചത്തെന്നാണ് പറഞ്ഞത്. അത് POV വെരിഫൈ ചെയ്യട്ടെ. എക്സറിന്റെ POV കറന്റ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ടർഫ് ഏതാ? സോൺ ഔട്ട് അടിച്ചു T47. സോൺ ഔട്ട് അടിച്ചു. യെസ് സോൺ ഔട്ട് അടിച്ചിട്ടുണ്ട്. അതെന്തിനാണ് അപ്പം ബിൽഡിംഗ് ടോപ്പൊക്കെ ബാൻ ചെയ്ത് വെക്കണേ? ഇത് ഈ ഒരു ബിൽഡിംഗ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയി പോടാ. ഒരു പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റില്ല, ഭയങ്കര മാസീവ് അഡ്വാൻറ്റേജ് ആയി പോകും.
ഇത് TKRB സമയത്ത് ബാൻ ചെയ്തതാണ്. ഗോക്കുവാണ് ബാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഗോക്കുനോട് ചോദിക്കും എന്താണ് ബാൻ ചെയ്തത് കേട്ടോ. 11 മിനിറ്റ് എന്തായാലും. ഓക്കെ ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് T47 സൈഡിലോട്ട്. T47 ആണ് സോൺ കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T47 റൈറ്റ് ആംഗിളിലോട്ടുമാണ് സോൺ വന്നിരിക്കുന്നത്. ഇവർക്ക് സോൺ ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാങ് ആണ് T47. കാരണം മിക്ക ടർഫുകളിലും അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ കിട്ടുന്നുണ്ട് അവർക്ക്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, ദൈവം അങ്ങനെ ചിന്തിക്കരുത്. അവരുടെ കുഴപ്പം കൊണ്ടല്ല. ഒരു പ്ലെയർ കുറവാണോ? ഡൗണായോ? ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറണ്ട് സിനാരിയോ. 1 2 3 4 5 കേവിങ് സോണുണ്ടോ? ഓ എടാ, എന്റെ മോനെ ഇത് ഒട്ടിയിരിക്കും ഇവരെല്ലാരും കൂടെ. എടാ what a fucking twist. നമുക്ക് അറിയത്തില്ല. മേബി ഈ ഒരു എഡ്ജില് ഒരു എഡ്ജില് സോണ് കിട്ടിയ KVA അവിടെ കിട്ടാനൊരു പോസിബിലിറ്റി നമുക്ക് ഒരു 1.5 മിനിറ്റിൽ അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത്. T47 ഒരു പ്ലെയർ ഡൗൺ ആണ്. അവര് എങ്കിലും അവർ ആ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവർ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു സോൺ, അവിടെ സോൺ ഇല്ലാത്ത പക്ഷം KVA ഇങ്ങോട്ട് വന്നേ മതിയാവൂ. T47 കയ്യിലാണ് ഈ ഒരു സോൺ ഇരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടർഫ് തന്നെ നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഇന്ന് ഇതിലെല്ലാം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. അഗ്രസീവ് അറ്റാക്കിംഗ്, അഗ്രസീവ് ഡിഫെൻഡിങ്, സോണിന്റെ കളികള് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കിടിലൻ സോണാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നോക്കാം. അപ്പം സോണിലൊക്കെ KVAക്ക് കിട്ടിയിരിക്കുകയാണ് ഇത്. കാരണം KVAയുടെ കൂടെയും സോണ് ഇന്ന് തുടച്ചിട്ടുണ്ട്. സോൺ ദൈവങ്ങൾ ഇന്ന് KVAയുടെ T47 കൂടെ 2 പേരുടെ കൂടെയും ഉണ്ടായിരുന്നു തോന്നുന്നു. സോൺ ദൈവം അവിടെ ഡൈനു ഉണ്ടാക്കിയ സോൺ ദൈവം അത് വിളിച്ചേ. സോൺ ദൈവത്തെ വലി സോൺ ദൈവം. ഞാൻ ഡെസ്ക്ടോപ്പ് കൂടി വേണാകട്ടെ. അയ്യോ, ഇത് കൊറേ ഉണ്ടല്ലോ. ഓ ഈ സോണ് കാണുന്നുണ്ടോ? കണ്ടു. വീണ്ടും ഒരു കിടിലൻ ട്വിസ്റ്റ്. നമ്മൾ കളി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സോൺ ദേവൻ ഡൈനു T47 തുണച്ചു എന്ന് നമ്മൾ കരുതിയപ്പോൾ സോൺ ദേവൻ ഡൈനു KVAനെയും കൈവിട്ടില്ല. KVAനെയും ഇത്തവണ സോൺ ദേവൻ ഡൈനു തുണച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെങ്ങനെ സാധിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ സോൺ ഉണ്ടാക്കാൻ? കിടിലൻ സോൺ നോക്കി എന്റെ മോനെ. ഇപ്പോൾ കറന്റ്ലി KVA ഡിഫെൻഡിങ് ആയതുകൊണ്ട് തന്നെ KVAക്ക് എങ്ങോട്ടും പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത് ലാസ്റ്റ് സോണാണ്. ലാസ്റ്റ് 9 മിനിറ്റ് ആണ്. കറന്റ് സിനാരിയോയിൽ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കുന്നത് T47 ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്ലെയർ കുറവാണ്. അവർക്ക് KVAക്കാണ് സോണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഈ ഒരു ബിൽഡിംഗ് കയറിയാൽ തന്നെ നല്ലൊരു ഏരിയ കവർ ചെയ്ത് വേണം സോണിന്റെ അകത്തോട്ട് എത്താൻ വേണ്ടി തന്നെ. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും T47 ഫുള്ളി ഒരു ഡിസഡ്വാൻറ്റേജിലാണ് ഇപ്പോൾ കറന്റ് ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെ ഈ ഒരു സോൺ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം? കാരണം കറന്റ് 11 പ്ലേയേഴ്സ് വേഴ്സസ് 12 ആണ്. ഒരു പിക്ക് അവർക്ക് എടുക്കാൻ സാധിച്ചാൽ പോലും സോൺ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അവർക്ക് 2 പിക്ക് ആവശ്യമാണ്. അവർക്ക് കാഷ്വാലിറ്റി വീഴാതെ എങ്ങനെ അപ്പൊ വല്ല ഗ്രനേഡും വെക്ക് ഫ്രം നെക്സ്റ്റ് മാച്ച് എന്തോ നമുക്ക് നോക്കാം. ഇങ്ങനത്തെ സോണുകളുടെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് 1000-1 സോണൊക്കെ വരുന്നത് ഇങ്ങനെ. കാരണം ഇതുവരെ ഇങ്ങനൊരു സോൺ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. എന്തോ ഗ്രനേഡ് പറ്റത്തില്ല. അല്ല, നമുക്ക് സ്മോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. സ്മോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്. സ്മോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക് ഇട്ട് കയറുന്ന ഒരു സെറ്റപ്പ് ആക്കാൻ പറ്റുമല്ലേ? നോക്കട്ടെ, നമുക്ക് അതിന്റെ ഒരു പോസിബിലിറ്റി ചെക്ക് ചെയ്തിട്ട്. മോൾട്ടോവോ പറ്റത്തില്ലടാ. മോൾട്ടോവോ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? മോളിയുടെ സ്പോൺ ടൈം എന്ന് പറഞ്ഞ എനിക്ക് മോളി നോക്കിട്ട് എടുത്തുതരാം. ഇത് ഞാൻ എടുത്തുതരാം.
ഇത് കഴിയുമ്പോ എടുത്തരാം. വെപ്പൺ അണ്ടർസ്കോർ മൊളോട്ടോ MOL TOV MOLOTOV. MOL TOV ആണോ? ആ വന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആവും. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിലോട്ട് ഇടുകയെന്ന് കരുതി, ഒരു എക്സാമ്പിൾ വീട്ടു. ഓക്കെ, ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടോ? സ്പ്രെഡ് ആവണ്ടാവുന്നല്ലോ. ഇതിങ്ങനല്ലല്ലോ. ഇതിങ്ങനല്ലല്ലോ, ഇതിങ്ങനല്ലല്ലോ വരണ്ടേ. സ്പ്രെഡ് ആവണ നാറ്റിക്കല്ലേടാ, സ്പ്രെഡ് ആവണ. ഇത് ഇങ്ങനെ അല്ലടാ, ഇത് ഇങ്ങനല്ല. ഇതെന്തോ പറ്റിയതാണ് എനിക്ക്. അത് ഡാമേജ് ആയ പോയിട്ടാണ് ഗൈസ്. അതിന്റെ വീര്യം കുറവായിരുന്നു, മണ്ണെണ്ണ കുറവായിരുന്നു, പറ്റിച്ച്. ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. അതാ ആ നാരയോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അത് വെള്ളം ചേർക്കല്ലേ. അതുകൊണ്ട് വെള്ളം ചേർത്തോണ്ടാണ് സ്പ്രെഡ് ആവുന്നത് കേട്ടോ. കാണിച്ചു തരാവേ. സംഭവം ഇതൊരു സ്റ്റീൽ മേറ്റില് അവസാനിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVയുടെ എല്ലാ പ്ലേയേഴ്സും, അല്ല 11 പ്ലേയേഴ്സും, ഒരാൾ സോൺ ഔട്ട് ആണല്ലോ. ഹിറ്റ്മാൻ സോൺ ഔട്ട് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സോൺ എഡ്ജ് ഹോൾഡ് ചെയ്യുന്നു. T47 എല്ലാവരും ഈ ഒരു സോൺ എഡ്ജ് ഹോൾഡ് ചെയ്യുന്നു. കറന്റ് ഇതൊരു സ്റ്റീൽ മേറ്റ് ആണ്. ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പം മനസ്സിലായി. ഇപ്പം ഇതെന്തായാലും ഈ കളി എവിടെയാണ് പോയി നിൽക്കാൻ പോകുന്നതെന്ന് ബാക്കിയുള്ള 5 മിനിറ്റും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ T47 വക ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുഷ് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇവിടെ എല്ലാം കൂടെ വരിയായിട്ടാണ് ഇരിക്കുന്നത്. വെക്കുന്ന വെടിയിൽ മിക്കവാറും ടീമാരായിട്ട് ഇവിടെ ചത്ത് മെഴുകുമെന്ന് തോന്നുന്നു കേട്ടാ. 9-on-6 മോളി. നമുക്കൊരു മോളിട്ട് കൊടുത്താലോ ഇവർക്ക്? ഞാൻ പറയണ്ട അതിനായിട്ടെന്ന് പറയും. ഓക്കെ അല്ലേ? ഇത് ഞാൻ കാര്യം പറയട്ടെ, ഇത് ശരിക്കും T47 ബുദ്ധി വെച്ച് കളിക്കുകയാണെങ്കിൽ ഇവർക്ക് അടി വീഴാതെ തന്നെ ടർഫ് കിട്ടും. അടി വീഴാതെ വരിയായിട്ട് കയറിയാൽ മതി എല്ലാവരും. അപ്പൊ ആരെയൊക്കെ വെളിയിൽ ഫോണിൽ ഫയർ ചെയ്യുമല്ലോ. ഇവിടുന്ന് KV നിൽക്കുന്ന ലൊക്കേഷൻ ചെറുതല്ല. KV ഫയർ ചെയ്യാൻ വേണ്ടി ഇരിക്കില്ല, KV ഡിഫെൻഡിങ്ങിന് വേണ്ടി ഇരിക്കുക. അവിടുന്ന് കയറത്തില്ലടാ, വെളിയിൽ നിന്ന് കയറത്തില്ലേ? വെളിയിൽ നിന്ന് കയറിയാലും ഇവിടെ മൂവ്മെന്റ് ഇടാതെ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? അതാ പറഞ്ഞ അവർ ഫയർ ചെയ്യുമ്പോൾ അവരുടെ ടീമിൽ തന്നെ വെടിയൊക്കെയുള്ളൂ. അത് ചിലപ്പോ ടീം ഫയർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ T47 എന്ത് ചെയ്യും? അപ്പൊ മൂവ്മെന്റ് എടുത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ ഔട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആർക്ക് ടർഫ്? അപ്പൊ ആ ഒരു ലക്ക് അത് വേണമെങ്കിൽ അതൊരു 50-50 ചാൻസ് ആണ്. പക്ഷെ വേണമെങ്കിൽ T47 അത് ട്രൈ ചെയ്യാം. കാരണം ഇതിപ്പോ അവർ ട്രൈ ചെയ്ത് തോറ്റാൽ ആരും കുറ്റം പറയത്തില്ല. ഉണ്ട്, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ലാസ്റ്റ് വെച്ചിട്ട് പുഷ് ചെയ്യാനുള്ളത് ഇപ്പൊ ട്രൈ അയ്യോ തീർന്നു. അയ്യോ നിർത്തടാ. ഇതൊക്കെ ലൈവ് തന്നെ പറയണം. ബ്രാവോ ഗെയിമിംഗ് അല്ല, അങ്ങനല്ല. ഓക്കെ, T47 വണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഹിറ്റ്മാൻ ഇവിടെ നിൽപ്പുണ്ടല്ലേ മോനെ. നീ അവിടെ നിൽക്കും, ഞാനിവിടെ നിൽക്കാതെ. ഓക്കെ. അപ്പൊ ഹിറ്റ്മാൻ ഓൾറെഡി ആ ഒരു ആംഗിള് പിടിച്ചു നിൽപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ വരൂ, ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഹിറ്റ്മാൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം സർപ്രൈസ് അറ്റാക്ക് എന്തായാലും T47 നടക്കില്ലോ. കുടിഞ്ഞു കാണിക്കുന്നു, ഞാനിവിടെ ഉണ്ട്, AFK അല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ആളുണ്ട്. ഹിറ്റ്മാൻ അവരോട് കയറാൻ പറയാൻ പോവാതോ? സൗണ്ട് ഇല്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങി കയറിയ ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആണോ? ഡ്രാഗനൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ആണോ? അതിന് ഫിക്സ് ആക്കിയോ? അതിന് പിന്നെന്താ അവർക്ക് സൗണ്ട് ഇല്ലാത്ത? സൗണ്ട് പോയെന്താ? കേൾക്കുന്നില്ല, കുറെ പേർക്ക് കേൾക്കുന്നില്ല. ഒരു കാര്യം, മറ്റേ പ്ലേയേഴ്സ് എല്ലാം കയറി ഇരിക്കുവാന്നോ? റീസ്റ്റാർട്ട് അടിക്കാം, റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്ക് കേൾക്കുന്നത് നോക്കടാ. ലാസ്റ്റ് 3 മിനിറ്റ്സ് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ലാസ്റ്റ് 2 മിനിറ്റ് പുതിയൊരു സോൺ ഷിഫ്റ്റ് കാണിക്കൂടെ? എങ്ങോട്ടാന്ന്? ഇതന്നെ പുതിയതാണ്. അല്ലൊരു വഴിയുണ്ട് ബ്രാവോ. എനിക്ക് അർത്ഥം വേണ്ട, അപ്പൊ പിന്നെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, കളിക്കട്ടെ അവര്.
ഇവിടെ സൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നുള്ള സർപ്രൈസും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തായാലും അവർക്കറിയാം, KVക്ക് അറിയാം ഈ ഒരു ആംഗിളിൽ നിന്ന് T47 വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. സോ അവരെന്തായാലും ആ ഒരു ആംഗിൾ തന്നെ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 മിനിറ്റ് പുതിയ സോണുകൾ ഒന്നും വന്നിട്ട് ഇല്ല. അപ്പോൾ T47 വേഴ്സസ് KVA ടർഫ്. കറണ്ട് സിനാരിയോ മാച്ച് തീരുന്നതിന് മുമ്പ് നമുക്ക് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും 1 മിനിറ്റ് 40 സംതിങ് സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഒരു കളിയിൽ എന്തും സംഭവിക്കാം ലാസ്റ്റ് സെക്കൻഡ് വരെ, അല്ലേ? എന്തും സംഭവിക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ പറയും. ഒരു ലാസ്റ്റ് ഒരു അഗ്രസീവ് T47 പുഷ് അവരെന്നും ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുമോ? അവർ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തത് ഇതെന്തുവാ ലൈനാ? ഓക്കെ, സ്പീഡ് ജോണക്സ് കത്തിപ്പോയിട്ടുണ്ട്. KVA T47 കൗണ്ട് ടാലി ആയിട്ടുണ്ട്. അതാ ഞാൻ നോക്കിയത്. വരിവരിയായിട്ട് നിൽക്കുന്നത്, ക്യൂ അടിച്ചൊക്കെ നിൽക്കുന്നത്. അവർക്കറിയാം ഇനി 50 സെക്കൻഡിൽ പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നത്. എന്താക്കി വിടാൻ നോക്കണേ. ഓക്കെ, അവര് തിരിച്ച് ഈ റാങ്കിലെത്തി. അവർക്കറിയാം ഈ മാച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. 30 സെക്കൻഡ് ഒരു പുഷ് അവർക്ക് നടക്കില്ല എന്നുള്ളൊരു ക്ലാരിറ്റിയും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 18 സെക്കൻഡ്. അപ്പോൾ നമുക്ക് അവർ ബുള്ളറ്റ് കളയുവാന്നോ? ഓക്കെ, അപ്പോൾ 3, 2, 1, 0 മാറി ഉണ്ടാക്കിയോ.